ഹലോ ഫ്രണ്ട്സ്, അമ്മച്ചിയുടെ രുചി എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് റേഷനരി കൊണ്ട് നല്ല ടേസ്റ്റി ആയൊരു പലഹാരം ഉണ്ടാക്കിയാലോ? വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസേ നമുക്കിതിന് വേണ്ടതുള്ളൂ. അതുപോലെ തന്നെ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാനും പറ്റും. എന്നാൽ നമുക്കിതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇതിന് ഞാൻ 2 കപ്പ് പുഴുങ്ങലരിയാണ് എടുത്തിട്ടുള്ളത്. അത് നല്ലപോലെ കഴുകി മിനിമം 5 മണിക്കൂറെങ്കിലും വെള്ളത്തിൽ കുതിർത്ത് വെക്കണം. 2 കപ്പ് അരിക്ക് 1 കപ്പ് പഞ്ചസാര വേണം, എന്നാലേ ആവശ്യത്തിന് മധുരം ഉണ്ടാവുകയുള്ളൂ. ഇനി നമുക്ക് ഈ അരിയും പഞ്ചസാരയും ചേർത്ത് മിക്സിയുടെ ജാറിലിട്ട് നല്ലപോലെ അരച്ചെടുക്കണം. അത് ഒത്തിരി വെള്ളത്തിലല്ല, ഇച്ചിരി ടൈറ്റായ മാവാണ് നമുക്ക് വേണ്ടത്. ഞാൻ 3/4 കപ്പ് വെള്ളം ഒഴിച്ചിട്ടാണ് ഇത് അരച്ചെടുത്തിട്ടുള്ളത്. സാധാരണ പച്ചരി അരയ്ക്കുന്നതിനേക്കാളും കുറച്ചുകൂടി അധിക സമയം അരയ്ക്കേണ്ടി വരും, എന്നാലേ നല്ല പോലെ അരഞ്ഞു കിട്ടുള്ളൂ. ഞാനിവിടെ മാവ് നന്നായി അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു ബൗളിലേക്ക് മാറ്റാം. ഇത് കണ്ടോ, ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് മാവ് ഉണ്ടാകേണ്ടത്. ഇനി നമുക്ക് മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് ഒരു നുള്ളു ഉപ്പ് ചേർത്ത് കൊടുത്ത് നല്ലപോലെ ഇളക്കി കൊടുക്കണം. നമ്മളിതിലേക്ക് ബേക്കിംഗ് സോഡയോ ബേക്കിംഗ് പൗഡറോ ഒന്നും ഉപയോഗിക്കുന്നില്ല. അല്ലാതെ തന്നെ നല്ല സോഫ്റ്റായ അപ്പം നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇനി നമുക്ക് ഒരു കഷ്ണം തേങ്ങ ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞെടുക്കണം. അതുപോലെ തന്നെ കുറച്ച് ചെറിയ ഉള്ളിയും ചെറുതായിട്ട് അരിഞ്ഞെടുക്കണം. ചെറിയ ഉള്ളി ഇല്ലെങ്കിൽ സവോള എടുത്താലും മതി. ചെറിയ ഉള്ളിയാണ് പക്ഷേ കൂടുതൽ ടേസ്റ്റ്. അപ്പം ഉണ്ടാക്കാനായി ഞാനിവിടെ ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അടികട്ടിയുള്ള ഏതെങ്കിലും പാത്രം എടുത്താൽ മതി, ചീനച്ചട്ടി വേണമെന്നൊന്നുമില്ല. ചട്ടി ചൂടാകുമ്പോൾ കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കണം. വെളിച്ചെണ്ണയാണ് ഞാൻ എടുത്തിട്ടുള്ളത്, അല്ലെങ്കിൽ നെയ്യ് എടുക്കാം. ഇത് രണ്ടുമാണ് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക. വെളിച്ചെണ്ണയിലോ നെയ്യിലോ ഏതിലെങ്കിലും ഒന്നിൽ ആ തേങ്ങാക്കൊത്തും ഉള്ളിയും കൂടി നല്ലപോലെ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ അപ്പത്തിന് പ്രത്യേക മണവും രുചിയും വരും. ആദ്യം ഓരോ വലിയ സ്പൂൺ തേങ്ങാക്കൊത്തും ഉള്ളിയും കൂടി നല്ലപോലെ വറുത്ത് അത് നമ്മുടെ മാവിലോട്ട് ഒഴിച്ചു കൊടുക്കണം. എന്നിട്ട് നന്നായി ഇളക്കി കൊടുക്കണം. അത് മാവിൻ്റെ എല്ലാ ഭാഗത്തും എത്തിച്ചേരുന്നത് പോലെ നല്ലപോലെ ഇളക്കിയെടുക്കണം. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ആ സബ്സ്ക്രൈബ് ബട്ടൺ കൂടി ഒന്ന് പ്രസ് ചെയ്യണേ. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ആക്കുകയാണെങ്കിൽ ഞാൻ ഇടുന്ന വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ അപ്പം തന്നെ നിങ്ങൾക്ക് കിട്ടും. ഇനി നേരത്തെ ബാക്കി എണ്ണയിൽ കുറച്ച് എണ്ണയും കൂടി ഒഴിച്ചിട്ട് കുറേശ്ശെ തേങ്ങാക്കൊത്തും ഉള്ളിയും ഇട്ട് മൂപ്പിച്ചെടുക്കണം. എന്നിട്ട് അതിലേക്ക് ഒരു തവി മാവ് ഒഴിച്ചു കൊടുത്ത് നല്ലപോലെ അടച്ച് വെച്ച് വേവിച്ചെടുക്കുക വേണ്ടത്. ലോ ഫ്ലെയിമിൽ വെച്ച് വേവിക്കണം, എന്നാലേ അത് നല്ലപോലെ വെന്ത് കിട്ടുള്ളൂ. അല്ലെങ്കിൽ അപ്പത്തിൻ്റെ പുറം ഭാഗം മാത്രം വെന്തിട്ട് ഉള്ളു വേകാതെ കട്ടിയായിരിക്കും. കുറച്ച് സമയം കഴിയുമ്പം അതൊന്ന് മറിച്ചിട്ട് കൊടുക്കണം, എന്നാലേ 2 വശവും നല്ലപോലെ വെന്ത് കിട്ടുള്ളൂ. അടപ്പ് തുറക്കുമ്പം തന്നെ എന്ത് നല്ല സ്മെല്ലാണെന്നറിയാവോ, നമുക്ക് ഇപ്പം എടുത്ത് തിന്നാൻ തോന്നും. ഇത് റെഡിയായിട്ടുണ്ട്. നമുക്കിതൊരു പാത്രത്തിലോട്ട് മാറ്റാം. ഇതുപോലെ നമുക്ക് എല്ലാ അപ്പവും ചുട്ടെടുക്കാം. ഒത്തിരി എണ്ണയൊന്നും ആകുകയില്ല ഇതിന്. കണ്ടോ, നേരത്തെ എണ്ണയിൽ കുറച്ച് ബാക്കിയുണ്ട്. അതിലേക്ക് ഒരു ഇച്ചിരിയും കൂടെ ഒഴിച്ചിട്ട് തേങ്ങയും ഉള്ളിയും ഇട്ട് മൂപ്പിച്ച് നമുക്ക് വീണ്ടും മാവ് ഒഴിച്ചു കൊടുക്കാം. അങ്ങനെ എല്ലാ അപ്പവും ചുട്ടെടുക്കണം. നിങ്ങളെല്ലാവരും ഒരു പ്രാവശ്യമെങ്കിലും ഇങ്ങനെയൊന്ന് ഉണ്ടാക്കി നോക്കണേ. നല്ല അടിപൊളി ടേസ്റ്റുള്ള അപ്പം ഇത്. കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാം ഇഷ്ടപ്പെടും. നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇത്രയും നേരം എൻ്റെ വീഡിയോ കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും താങ്ക് യു. മറ്റൊരു അടിപൊളി ഡിഷുമായി നമുക്ക് വീണ്ടും കാണാം.